ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, മെക്കാനിക്കൽ ട്രേഡുകൾ. അപ്പോൾ ഇതിലൊക്കെ ഡിപ്ലോമയോ ബിടെക്കോ ഐടിയോ ഉള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഇനി നിങ്ങളെ കാത്തിരിക്കുന്ന വലിയ അവസരം വരാൻ പോകുന്ന ഒരു തസ്തികയാണ് കേരള വാട്ടർ അതോറിറ്റിയിലെ ഓപ്പറേറ്റർ എന്ന് പറയുന്ന തസ്തിക. എല്ലാവർക്കും അറിയാം. അപ്പോൾ ഓൾറെഡി 460 പരം അഡ്വൈസുകളാണ് ഈ പ്രസ്തുത തസ്തികയിൽ നിന്ന് പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വർഷത്തോടു കൂടി ഈ ഒരു ലിസ്റ്റ് കാലാവധി തീരാൻ വേണ്ടി പോവുകയാണ്. പുതിയ നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ വരുന്നുണ്ടാവും. നമുക്കറിയാം ഇപ്പോൾ PSC ട്രെൻഡ് അനുസരിച്ച് നമ്മൾ ആ ലിസ്റ്റ് തീരുന്നതിന്റെ അടുത്ത് തന്നെ നമുക്ക് അതിന് പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ടെക്നിക്കൽ ആയിട്ടുള്ള എല്ലാ പോസ്റ്റുകളിലേക്കും ഇത് കൃത്യമായിട്ട് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ ആ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ കൃത്യമായി പഠിച്ചു തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എല്ലാവരും നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. 460 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആൾക്കാർക്കാണെങ്കിലും ഓട്ടോമൊബൈൽ കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും മെക്കാനിക്കൽ കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും ഒക്കെ ഇത്രയും അധികം വേക്കൻസികൾ അല്ലെങ്കിൽ അഡ്വൈസുകൾ പോയിട്ടുള്ള ഒരു തസ്തിക എന്ന് പറയുന്നത് നമുക്കൊന്ന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സുവർണ അവസരം തന്നെയാണ്. അപ്പൊ നമുക്കറിയാം ഈ രീതിയിലുള്ള ഒരു തസ്തികയിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ഡ്യൂട്ടീസ് ആണ് അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ അപ്പോയിന്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യാനുള്ളത് എന്നതിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ ആർക്കും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിൽ എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഒരു ഓപ്പറേറ്ററിന്, കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററിന് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ കൃത്യമായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം 1700 പരം സാങ്ഷൻ സ്ട്രെങ്ത് ആണ് കേരള വാട്ടർ അതോറിറ്റിയിൽ ഓപ്പറേറ്റർ തസ്തികയിൽ ഉള്ളത്. അപ്പോൾ ഇത്രയും അധികം സാങ്ഷൻ സ്ട്രെങ്ത് ഉള്ള അത്രയും അധികം ആൾക്കാർ വർക്ക് ചെയ്യുന്ന കേരള വാട്ടർ അതോറിറ്റിയിലെ ഒരു തസ്തികയിലേക്ക് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു ജോലി ഉറപ്പാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് വരുന്നത്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒരു 17ഓളം നോക്കിയ കൃത്യമായിട്ടുള്ള പോയിന്റുകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് എന്താണെന്നതിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് വരുന്നത് നമുക്കറിയാം ഇവിടെ ഓപ്പറേറ്ററിന്റെ പ്രൊമോഷൻ തസ്തികയാണ് ഹെഡ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അവിടെ നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാന്റ് നോക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് അവിടെ ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആയിക്കോട്ടെ, അപ്പോൾ ആ രീതിയിൽ ഏതൊരു പ്ലാന്റ് ആണെങ്കിലും അവിടെ കൃത്യമായിട്ട് ഒരു ഓപ്പറേറ്റർ അല്ലെങ്കിൽ അവിടെ ഒരു ഹെഡ് ഓപ്പറേറ്റർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഓപ്പറേറ്റർ ആണെങ്കിലും ഹെഡ് ഓപ്പറേറ്റർ ആണെങ്കിലും ആൾക്കായിരിക്കും ആ ഒരു എൻറ്റയർ ആയിട്ടുള്ള ആ ഒരു പ്ലാന്റിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ചാർജ് ഇൻചാർജ് എന്ന് പറയുന്ന ഒരാളെന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നോക്കി ദ ഹെഡ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റർ ഷാൾ ബി ഇൻ ദ ഫുൾ ചാർജ് ഓഫ് ദ പമ്പ് ഹൗസ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് പമ്പ്. നമുക്കറിയാം എല്ലാവരും ഓപ്പറേറ്റർ എന്ന് പറയുന്ന തസ്തിക പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ജോലി എന്ന് പറയുമ്പോൾ നോക്കിയേ കൃത്യമായിട്ടൊരു വർക്കർ പോസ്റ്റിലേക്കായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ അതിനുപരി ഇവിടെ കൃത്യമായിട്ട് നമുക്ക് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഓപ്പറേഷൻ വിങ്ങിലേക്കാണ് നിങ്ങളെ കൃത്യമായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക ആദ്യം തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പമ്പ് നോക്കിയ കൃത്യമായിട്ടുള്ള ഒരു പമ്പ് ഹൗസ് ഉണ്ടെന്ന് കരുതാം. ആ പമ്പ് ഹൗസിന്റെ കൃത്യമായിട്ടുള്ള ഇൻചാർജ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയായിരിക്കും, അല്ലെങ്കിൽ അവിടെയുള്ള പമ്പ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ അതിന്റെ ഹെഡ് അല്ലെങ്കിൽ ആ ഒരു പ്രൊമോഷൻ ആയിട്ട് വരുന്ന ഹെഡ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന തസ്തികയിൽ ഇരിക്കുന്ന ആളായിരിക്കും എന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കുക. കൂടാതെ രണ്ടാമതായിട്ട് വരുന്നത് നോക്കിയേ ടു മെയിൻറ്റെയിൻ ദ ലോഗ് ബുക്ക് ഓഫ് ദ പമ്പ് ഹൗസ്. നമുക്ക് അവിടെയുള്ള ഒരു പമ്പ് ഹൗസിലെ കാര്യങ്ങൾ തന്നെ മീൻസ് അവിടെ നടക്കുന്ന ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ലോഗ് ബുക്കിലേക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ആര് തന്നെ ചെയ്യേണ്ട കാര്യം നോക്കി ഒരു ക്ലറിക്കൽ ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ്. അപ്പോൾ അവിടെയുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ ദാറ്റ് മീൻസ് അവിടെ ഓവറോൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുള്ള ആൾ അല്ലെങ്കിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട ആൾ എന്ന് പറയുന്നത് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ആൾ തന്നെയാണ്. ദെൻ അടുത്തത് കൃത്യമായി പറഞ്ഞു വെക്കുന്നത് നോക്കി ചെക്ക് ദ ഡിഫക്ട്സ് ഇഫ് എനി ഇൻ എനി ഓഫ് ദ മെഷീനറി സച്ച് ആസ് അബ്നോർമൽ സൗണ്ട് vibration etc and shall bring it into the notice of the superior then and there. നോക്കി എന്താണ് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് അവിടെ മെഷീനറീസ് ഉണ്ടാവും, വലിയ വലിയ മെഷീനറീസ് ആണ് ഉണ്ടാവുക. ഈ മെഷീനറീസിലെല്ലാം എന്തെങ്കിലും അബ്നോർമൽ സൗണ്ടുകളോ അല്ലെങ്കിൽ അവിടെ നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്ന രീതിയിലുള്ള എന്തെങ്കിലും വൈബ്രേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമ്മളെ സുപ്പീരിയർ ആയിട്ടിരിക്കുന്ന ആളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ആര് തന്നെ ആയിരിക്കണം, നമ്മൾ ഈ പറയുന്ന ഓപ്പറേറ്റർ തസ്തികയിൽ കയറിയിട്ടുള്ള ആൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. നേരെ പോയി അത് ശരിയാക്കണം എന്നുള്ളതല്ല, ആ മെയിൻ്റനൻസിൽ വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉള്ളത്, എന്തെങ്കിലും ഒരു അബ്നോർമൽ ആയിട്ടുള്ള സൗണ്ട് കേട്ടിട്ടുണ്ടോ, അതുപോലെ തന്നെ എന്തെങ്കിലും വൈബ്രേഷൻസ് നമുക്ക് കൃത്യമായി കണ്ടിട്ടുണ്ടോ, അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നതും ആരുടെ ഡ്യൂട്ടി തന്നെയാണ്, ഇവിടെ അപ്പോയിന്റഡ് ആവുന്ന ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടി തന്നെയാണ്. ദെൻ നോക്കിയേ ബ്രിങ് പവർ ഫെയിലിയർ ഇഫ് എനി ടു ദ നോട്ടീസ്
to the Kerala State Electricity Board authorities and the superior office of the authority at once. Suppose നമുക്ക് അവിടെ ഒരു പവർ ഫെയിലിയർ ഉണ്ടായെന്ന് കരുതാം. ഈ പവർ ഫെയിലിയർ വരുന്ന സമയത്ത് അവിടെ ആ ഒരു ഇൻചാർജ് ഇരിക്കുന്ന ഓപ്പറേറ്റർ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമുക്കറിയാം നമ്മൾ വീടുകളിൽ നോക്കി അവിടെ സപ്ലൈ നഷ്ടപ്പെട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യണം, ആ KSEBിലേക്ക് വിളിച്ചു പറയൂലേ, അതേപോലെ തന്നെ നമ്മൾ സുപ്പീരിയർ പോസ്റ്റിലിരിക്കുന്ന ആൾക്കാരെയും അതുപോലെ തന്നെ KSEBിലേക്കൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടതും ആര് തന്നെയാണ്, ഓപ്പറേറ്റർ ചെയ്യുന്ന ഡ്യൂട്ടി തന്നെയാണ്. ദെൻ അടുത്തത് പറയുന്നത് ചെക്കിംഗ് ആൻഡ് ടേക്ക് ഇലക്ട്രിക്കൽ മീറ്റർ റീഡിംഗ്സ്. ദാറ്റ് മീൻസ് അവിടെയുള്ള ഇലക്ട്രിക്കൽ മീറ്ററിൽ വരുന്ന റീഡിങ്സ് എല്ലാം, അതായത് പവർ ഫാക്ടർ പോലെയുള്ള, അതുപോലെ തന്നെ എത്രയാണ് അതിന്റെ വോൾട്ടേജ് ഉള്ളത്, ഇതെല്ലാം കൃത്യമായിട്ട് ടേക്ക് ഔട്ട് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് അവിടെ കൃത്യമായിട്ട് നോക്കിയിടാം ടേക്ക് ഡൗൺ ചെയ്യേണ്ട കാര്യം ആര് തന്നെയാണ് ചെയ്യേണ്ടത്, ഓപ്പറേറ്റർ ചെയ്യേണ്ട ഡ്യൂട്ടി തന്നെയാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പൊ നോക്കിയ കൃത്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ കിട്ടിയില്ലേ, തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നോക്കി അടുത്തത് പറയുന്നത് ചെക്ക് ദ വാട്ടർ ലെവൽസ് ഇൻ ദ വെൽസ് ആൻഡ് ടാങ്ക്. നമുക്ക് അവിടെ കൃത്യമായിട്ട് നമുക്കറിയാം, നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറെ അധികം സ്കീമുകൾ ഉണ്ടാവും. ആ സ്കീമുകളിൽ നിന്നൊക്കെ വാട്ടർ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു വലിയ ടാങ്കിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യാറുണ്ട് അല്ലെ, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് പോകുന്നതിന് മുന്നേ അത് നിങ്ങളുടെ പ്രദേശത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ ഒരു വാട്ടർ അതോറിറ്റിയുടെ ആ ഒരു വാട്ടർ, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കൃത്യമായിട്ടുള്ള റോ വാട്ടർ എവിടെ നിന്നാണോ വരുന്നത്, ആ റോ വാട്ടർ പോയി നേരെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് എത്തുന്ന വരെയുള്ള കൃത്യമായിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു ടാങ്കിലേക്കും അതുപോലെ തന്നെ വെല്ലിലേക്കും കൃത്യമായിട്ടുള്ള വാട്ടറിന്റെ ലെവല് കൃത്യമായിട്ട് നോക്കി ചെക്ക് ചെയ്യാന്ന് പറയുന്നത് ആര് ചെയ്യേണ്ട ഡ്യൂട്ടി തന്നെയാണ്, ഓപ്പറേറ്റർ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ദെൻ അടുത്തത് പറയുന്നത് ചെക്കിംഗ് ഓഫ് ഓയിൽ, ഗ്രീസ്, ഗ്ലാൻഡ് പാക്കിംഗ് ആൻഡ് ഷാൽ ടേക്ക് പ്രിവെന്റീവ് മെഷേഴ്സ് ഫോർ ദ പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് ദ പമ്പ് ആൻഡ് മെഷീനറി. ദാറ്റ് മീൻസ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ മെഷീനറീസിലും എല്ലാ പമ്പുകളിലും എല്ലാം തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം നമുക്ക് അവിടെ പ്രോപ്പർ ആയിട്ട് മെയിൻ്റനൻസ്, അതായത് പ്രിവെന്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാതെ ഇരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് നോക്കേണ്ട അല്ലെങ്കിൽ ഉറപ്പുവരുത്തേണ്ടതും ആര് തന്നെയാണ്, ഓപ്പറേറ്റർ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ദെൻ അടുത്തത് പറയുന്നത് ടു അറേഞ്ച് ഫോർ ദ പ്രോപ്പർ ക്ലീനിങ് ഓഫ് ദ മെഷീനറി ആൻഡ് പമ്പ് ഹൗസ്. നോക്കേ അവിടെയുള്ള മെഷീൻസിൽ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന് പ്രോപ്പർ ക്ലീനിങ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവിടെ എൻറ്റയർ പമ്പ് ഹൗസിന്റെ നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇൻചാർജ് എന്ന് പറയുന്ന ആൾ ആര് തന്നെയാണ്, അവിടെ ഉള്ള ഓപ്പറേറ്റർ തന്നെയാണ്. ദാറ്റ് മീൻസ് ആ ഓപ്പറേറ്റർ എന്ത് ചെയ്യണം, ആ ഓവറോൾ പമ്പ് ഹൗസ് ക്ലീൻഡ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക തന്നെ ചെയ്യണം. ദെൻ അടുത്തത് സൂപ്പർവൈസ് ദ ക്ലീനേഴ്സ് ഓർ വർക്കേഴ്സ് വർക്കിംഗ് അണ്ടർ ഹിം ആൻഡ് സീ ദാറ്റ് ദേ ഡിസ്ചാർജ് ദെയർ ഡ്യൂട്ടീസ് പ്രോംപ്റ്റ്ലി. ദാറ്റ് മീൻസ് നമുക്ക് അവിടെ അറിയാം, അവിടെ കൃത്യമായിട്ട് നമ്മുടെ ഒരു വർക്കർ നമുക്ക് ഈ ഓപ്പറേറ്ററിന് താഴെ പോസ്റ്റിൽ ഉണ്ടാവും. അവിടെ ചില കേസുകളിൽ അത് നോക്കിയേ PSC പോസ്റ്റിൽ തന്നെയുള്ള ആൾക്കാരായിരിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നോക്കി വരുന്ന കുറച്ച് നോക്കി അവിടെയുള്ള ജോലി ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ ഉള്ള ആൾക്കാരെ പ്രോപ്പർ ആയിട്ട് സൂപ്പർവൈസ് ചെയ്യുക. എന്തെങ്കിലും ഒരു ഡ്യൂട്ടി തന്നിട്ടുണ്ടെങ്കിൽ ആ ഡ്യൂട്ടി കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സൂപ്പർവൈസ് ചെയ്യുന്നതും ആര് തന്നെയായിരിക്കണം, അവിടെയുള്ള ഓപ്പറേറ്റർ ചെയ്യുന്ന ഡ്യൂട്ടി തന്നെയാണ്. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക, അവർ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ശരിയാണോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതും ആര് തന്നെയായിരിക്കണം, ഇവിടെയുള്ള ഓപ്പറേറ്റർ തന്നെയായിരിക്കണം. ദെൻ അടുത്ത പറയുന്നത് നോക്കിയേ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നോക്കിയേ സീ ദാറ്റ് പെർമിസസ് ഓഫ് ദ ഹൗസ് ആൻഡ് മെയിൻറ്റൈൻഡ് നിയർ ആൻഡ് നോക്കി നീറ്റ് ആൻഡ് ക്ലീൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു അവിടെ പ്രോപ്പർ ആയിട്ട് നീറ്റ് ആയിട്ട് ക്ലീൻഡ് ആക്കി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സർഫസ് പെർമിസസ് നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുപോകുക തന്നെ വേണം. ദെൻ അടുത്ത പറയുന്നത് ചെക്ക് ദ കൂളിംഗ് സിസ്റ്റം ഓഫ് ദ പമ്പ്. നമുക്ക് അവിടെ യൂസ് ചെയ്യുന്ന പമ്പ് പ്രോപ്പർ ആയിട്ട് കൂളിംഗ് അവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതും ആര് തന്നെയാണ്, ഓപ്പറേറ്റർ തന്നെയാണ്. ദെൻ അടുത്ത പറയുന്ന കാര്യം നമുക്ക് ചെക്ക് ആൻഡ് സീ ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ഓപ്പറേഷൻസ് ഓൾ ദ എക്യുപ്മെന്റ്സ് ആർ ഇൻ working conditions and there is sufficient voltage and the phase indicators are working and shall follow the sequence of operation as per the instructions. That means അവിടെ നമ്മൾ ഏതൊരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും അത് ഓപ്പറേറ്റ് ചെയ്യാൻ പാകത്തിലേക്ക് ആ മെഷീൻ ഉറപ്പുവരുത്താൻ പാകത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതും ആര് തന്നെയാണ് ചെയ്യേണ്ടത്, നമ്മൾ ഈ പറയുന്ന ഓപ്പറേറ്റർ ചെയ്യേണ്ട ഡ്യൂട്ടി തന്നെയാണെന്നുള്ള കാര്യം ഒന്ന് ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക. ദെൻ അടുത്ത കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ബി റെസ്പോൺസിബിൾ ഫോർ ദ ക്ലീനിങ് ഓഫ് മെഷീനറി ആൻഡ് പമ്പ് ഹൗസ് ഇഫ് ഈസ് ഇൻ ചാർജ് ഓഫ് റൂറൽ സ്കീം. ദാറ്റ് മീൻസ് അവിടെ നമുക്ക് കുറെ അധികം റൂറൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ സ്കീമുകൾ ഉണ്ടാവും. ആ സ്കീമുകളുടെ ഇൻചാർജ് ആയിട്ട് വരുന്ന ഒരു പമ്പ് ഹൗസ് ഉണ്ടെങ്കിൽ ആ പമ്പ് ഹൗസിന്റെ എല്ലാ കാര്യങ്ങളിലെയും കൃത്യമായിട്ട് നോക്കേണ്ടതും ആര് തന്നെയാണ്, ഓപ്പറേറ്റർ തന്നെയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓപ്പറേഷൻസ് വിങ്ങിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഈ പറയുന്ന നമ്മുടെ ഓപ്പറേറ്റർ പോസ്റ്റ് ഇരിക്കുന്ന ആള്. ദെൻ നോക്കിയേ നോട്ട് ലീവ് ദ പമ്പ് ഹൗസ് on any account after his shift duty without handing over charge
to the operator for the next shift. That means നമുക്ക് ഓരോ ഷിഫ്റ്റ് ബേസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ ജോബ് ഉണ്ടാവുക. അപ്പോൾ ഈ ജോബ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഡ്യൂട്ടി ടൈം തീരുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ഒരു 12 മണിക്കാണ് നമ്മൾ ഡ്യൂട്ടി ടൈം കഴിയുന്നതെങ്കിൽ ആ 12 മണിക്ക് അടുത്ത ആൾ അവിടേക്ക് കൃത്യമായിട്ട് ഡ്യൂട്ടിയിലേക്ക് എത്താൻ പാകത്തിൽ എത്തിയിട്ട് അവിടെ നമ്മളേക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടേക്ക് ഹാൻഡ് ഓവർ ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മൾ ആ ഒരു എൻറ്റയർ പമ്പ് ഹൗസ് നമ്മൾ പോകാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അത്രത്തോളം ആ ഒരു സമയം വരെ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയം വരെ അവിടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ആ ഒരു പമ്പ് ഓപ്പറേറ്റർ തന്നെ ആയിരിക്കും എന്നുള്ളതും ഓർത്തിരിക്കുക. ദെൻ നോട്ട് ലീവ് ദ പമ്പ് ഹൗസ് വിത്തൗട്ട് നോട്ടിംഗ് ദ ടൈം ഇൻ ദ ലോഗ് ബുക്ക്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു ലോഗ് ബുക്ക് ഉണ്ട് എന്നുള്ളതിലെ അവിടെ മൂവ്മെന്റ് രജിസ്റ്റർ പോലെയുള്ള രജിസ്റ്റർ ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ആസ് പെർ ദ ഒഫീഷ്യൽ പർപ്പസ് ആണെങ്കിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അവിടെ പോകുന്ന സമയവും അതുപോലെ തന്നെ തിരിച്ചു വരുന്ന സമയം എല്ലാം നമ്മൾ അവിടെ കൃത്യമായിട്ട് നോട്ട് ഓൺ ചെയ്ത് വെക്കണം എന്നുള്ളതും കൃത്യമായിട്ട് നോക്കി വെക്കേണ്ട കാര്യം തന്നെയാണ്. ദെൻ പമ്പ് ഹൗസസ് വെയർ ക്ലോറിൻ ക്ലോസസ് ആർ പ്രൊവൈഡഡ് ഇൻ ആറ്റ് ദ ഫിക്സഡ് എമൗണ്ട് ഓഫ് ക്ലോറിൻ ആൻഡ് മെയിൻറ്റെയിൻ ദ എക്യുപ്മെന്റ് ഇൻ ഗുഡ് കണ്ടീഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മള് ഓക്കെ, അവിടെ കൃത്യമായിട്ട് ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലാണ് നിങ്ങൾക്ക് അവിടെ ഓപ്പറേറ്റർ. നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ഇതിൽ എവിടെയാണോ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പോസ്റ്റിംഗ് കിട്ടുന്നത്, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, നിങ്ങളെ പോസ്റ്റിംഗ് വന്നത് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കേണ്ട കാര്യം, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ വാട്ടറിന് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ റോ വാട്ടറിന് നമുക്ക് ഡ്രിങ്ക് ചെയ്യാൻ പാകത്തിലേക്കുള്ള വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ കൺവേർഷൻ നടക്കുന്ന സമയത്ത് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ കൊടുക്കേണ്ടതുണ്ട്, വാട്ടർ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ക്ലോറിൻ കൃത്യമായിട്ട് ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ക്ലോറിൻ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ടുള്ള അളവില് നമ്മളത് നോക്കി ഓൾ ഓവർ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതും അല്ലെങ്കിൽ അവിടെ ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് ആര് തന്നെയാണ്, ഓപ്പറേറ്റർ ചെയ്യുന്ന ഡ്യൂട്ടി തന്നെയാണ്. ഇത് ചെയ്യുന്നുണ്ടാവുക വാട്ടർ ട്രീറ്റ്മെന്റിലേക്ക് പോസ്റ്റിംഗ് കിട്ടിയിട്ടുള്ള ഓപ്പറേറ്റർമാരായിരിക്കും എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. ദെൻ ഓപ്പറേറ്റ് ദ വാൽവ് in the distribution system of rural water supply scheme as per the instructions of the superior officers and when required for regulating the supply. നമുക്ക് എപ്പോഴേക്കാണ് അവിടെ സപ്ലൈ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത്, അവിടെ ആ വാൽവ് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുക, അവിടെ എത്രത്തോളം വാട്ടർ ആണ് അവിടുന്ന് കൃത്യമായിട്ട് നമ്മൾ സപ്ലൈ ചെയ്യേണ്ടതുള്ളത് നമ്മുടെ സുപ്പീരിയർ പറയുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ആരുടെ മേൽനോട്ടത്തിലായിരിക്കണം, നമ്മൾ ഈ പറയുന്ന ഓപ്പറേറ്ററിന്റെ മേൽനോട്ടത്തിൽ തന്നെ ആയിരിക്കണം എന്നതും അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് ഏതൊരു പോസ്റ്റ് ആണെങ്കിലും ഇതേപോലെയുള്ള കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒരു പമ്പ് ഓപ്പറേറ്റർ തസ്തികയിലേക്ക് കയറുന്ന കേരള വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് കയറുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്നുണ്ടാവുക. അപ്പോൾ അവിടെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഓപ്പറേറ്റർ ചെയ്യേണ്ടത്. നമുക്കറിയാം ഇവിടെ നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും മൈൻഡിലേക്ക് പോകുന്നുണ്ടാവുക. നമുക്കറിയാം നമ്മൾ റോഡുകളിലൊക്കെ പോകുന്ന സമയത്ത് വാട്ടർ കൃത്യമായിട്ട് അവിടെ പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ ലീക്കായി പോകുന്നുണ്ടാവും. അപ്പോൾ ഈ ലീക്കായി പോകുന്ന സമയത്ത് അവിടെ ആ കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ കൃത്യമായിട്ട് നോട്ടീസ് ചെയ്തുകൊണ്ട് അത് ക്ലിയർ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആൾക്ക് ഉണ്ടാവും. പക്ഷേ അവിടെ എന്തില്ല, നേരെ പോയി നമ്മൾ ഇറങ്ങി കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, അതല്ല ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടി. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഒരു വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററിന് വരുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ദാറ്റ് മീൻസ് അവർ ഓപ്പറേഷൻസ് വിങ്ങിലേക്കാണ് നമ്മളെ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് നിയമിക്കുന്നു എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കറിയാം എവിടെ പോയാണെങ്കിലും ഏതൊരു ഓഫീസിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൃത്യമായിട്ട് നമ്മുടെ വർക്കിംഗ് അറേഞ്ച്മെന്റ് അനുസരിച്ച് നമ്മൾ സുപ്പീരിയർ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മളെ പോസ്റ്റ് ചെയ്യും. പക്ഷേ ഓൾ ഓവർ നമ്മുടെ വർക്ക് ഈ രീതിയിലായിരിക്കും നമ്മൾ ജോബ് പ്രൊഫൈൽ ഉണ്ടാവുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചോളാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ രീതിയിലൊക്കെ ജോലികൾ ചെയ്യാനായിട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്ന ആൾക്കാരായിരിക്കും. നമുക്കറിയാം ഈ പറഞ്ഞ രീതിയിൽ നമുക്കൊരു ഇലക്ട്രിക്കലിലും അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ ദാറ്റ് മീൻസ് അവിടെ MMB ട്രേഡിലും ഒക്കെ അതുപോലെ തന്നെ നമുക്ക് മെക്കാനിക്കൽ ട്രേഡിലും ഒക്കെ ഡിപ്ലോമയോ ബിടെക്കോ IT ഉള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ രീതിയിൽ നമുക്കൊരു സുവർണ അവസരം നമ്മൾ മുന്നിലേക്ക് ഇനി എത്താൻ വേണ്ടി പോവുകയാണ്. അധികം സമയമൊന്നുമില്ല, കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് തന്നെ ആ ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നിങ്ങൾ പഠിച്ച് അതിലേക്ക് എത്തുന്നതിന് പകരം നേരത്തെ നമ്മളൊന്ന് പഠിച്ച് ആ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മളത് കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് പോയാൽ അത്രയും കോമ്പറ്റീഷൻ നമ്മുടെ മുന്നിലുണ്ട്. ആ കോമ്പറ്റീഷൻ ഒക്കെ നമ്മൾ ബ്രേക്ക് ചെയ്ത് പോയി നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കണം, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണം. കൃത്യമായിട്ട് തന്നെ അവിടെ എക്സാംസുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പോകേണ്ടതുണ്ട്. അപ്പൊ അതിനുവേണ്ടി സൈലം ടെക്നിക്കലില് മെയ് 19 എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ ഒരു കോഴ്സ് ലോഞ്ച് ആവുകയാണ്. അവിടെ നമുക്ക് ഫീസ് എന്ന് പറയുന്നത് 3999 മാത്രമാണ്, 3999 രൂപ മാത്രമാണ് നമ്മൾ ഈ ഒരു ഫീസ് വരുന്നത്. ഇത്രയും അഫോർഡബിൾ പ്രൈസില്
ഇത്രയും നല്ലൊരു ജോലി അല്ലെങ്കിൽ ഇത്രയും നല്ല ജോബ് പ്രൊഫൈൽ ഉള്ള ഒരു ജോലി സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വേഗം തന്നെ പോവുക, നമ്മുടെ സൈലം ആപ്പിൽ നിന്ന് ഈ ഒരു രീതിയിലുള്ള ഒരു കോഴ്സ് എടുക്കുക, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇനി ഒട്ടും സമയം കളയാനില്ല. നമ്മൾ അത്രയും സമയം എത്ര നേരത്തെയോ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നു, അത്രയും സമയം നമുക്ക് റിവൈസ് ചെയ്യാൻ കിട്ടും. എത്ര റിവിഷൻ ചെയ്യുന്നോ അത്ര തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിലൊരു സംശയം വേണ്ട. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക. ഇനിയും പഠിക്കാനായിട്ട് തുടങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് വരിക. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കോഴ്സിലേക്ക് എത്തുക, വേഗം തന്നെ പഠിച്ചു തുടങ്ങുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്.